നബിദിനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിയമങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഏറെ ആദരിക്കേണ്ട വ്യക്തിത്വമാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് നബി സല്ലല്ലാഹു ശബ്ദം ഉറക്കെ വരാൻ പോലും പാടില്ല എന്ന് ഖുർആൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബിയ്യി എന്ന് കാണാം ഖുർആനിൽ. നബിൻ്റെ ശബ്ദത്തേക്കാൾ ഉയർച്ചയിൽ നിങ്ങൾ ശബ്ദം വരുത്തുക. അതുകൊണ്ടാണ് മാലിക് ഇമാം ഒരാളുമായി മസ്ജിദ് നബിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ലേശം ഉയർന്നപ്പോൾ നബിതങ്ങൾ വഫാത്തായതിനു ശേഷം നബിതങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്, പതുക്കെ പറയണമെന്ന് പറഞ്ഞു. മാലിക് ഇമാം ചെരുപ്പിട്ട് മദീന ഹറമിൽ നടക്കാറുണ്ടായിരുന്നില്ല. മാലിക് ഇമാം വാഹനത്തിൽ കയറി യാത്ര ചെയ്യാറുണ്ടായിരുന്നില്ല. അത്രമാത്രം ആദരിക്കപ്പെടേണ്ടത് നബിയോട് ബന്ധപ്പെട്ടതാണ് നബിദിനം. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ചടക്കം വളരെ പ്രധാനമാണ്.